അപ്പം ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് ഒരു ടാക്സി സ്കാമിനെ കുറിച്ചാണ്. അപ്പോൾ കാനഡയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എവിടെയാണെങ്കിലും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കാർഡ്സ് ആണ്. ഇപ്പോൾ നമ്മളൊരു ടാക്സി വിളിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കാറില്ലാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ടാക്സി വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാക്സി വിളിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അവർക്ക് പേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കാർഡ്സ് ആണ്. ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്. അങ്ങനെ ടാക്സി വിളിക്കുന്ന ഒരാളാണ് നിങ്ങൾ. വിളിച്ചു കഴിഞ്ഞാൽ കാർഡ് വെച്ച് പേ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കും. സോ വെൽക്കം ടു മൈ ചാനൽ. പറഞ്ഞു തരാം. ടൊറന്റോയിൽ വെച്ച് തന്നെ നടന്ന സംഭവത്തിൽ തന്നെ കാണാം. അയാൾ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ക്യാബ് പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പം പുറത്ത് കിടക്കുന്നുണ്ടപ്പോൾ ഓക്കെ ഈസി ആയല്ലോ, തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ പുള്ളി ആ ക്യാബ് വിളിച്ചു. പുള്ളി എവിടെ ചെല്ലണം, പുള്ളിയുടെ ഡെസ്റ്റിനേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ കാർഡ് ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തു. ഡ്രൈവർ കാർഡ് മേടിച്ചു. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്തിട്ട് അയാൾക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അയാൾ ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോഴാണ് കാർഡ് ഇയാളെ അല്ല എന്നുള്ളത് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ എന്നിട്ട് എന്ത് ചെയ്തു, ഡ്രൈവർ സീറ്റിന്റെ അവിടെ വിൻഡോയുടെ അവിടെ ചെന്നിട്ട് ചോദിച്ചു, ഇതെന്റെ കാർഡ് അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഡ്രൈവർ പെട്ടെന്ന് എടുത്തടിച്ച പോലെ സ്പീഡിൽ അങ്ങ് പോയി. അപ്പം ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാർഡ് ഇയാളുടെ തല്ലാത്തത് കൊണ്ട് ഇയാൾ ആ വിൻഡോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാർ സ്പീഡിൽ പോയിട്ട് അയാളെ ഏതാണ്ട് ഒരു 500 മീറ്ററോളം പുള്ളീനെ വലിച്ചഴിച്ചുകൊണ്ട് പോയി. പക്ഷെ പുള്ളി ആ 500 മീറ്ററോളം പോയി കഴിഞ്ഞ് പുള്ളി അവിടെ വീണുപോയി. ടാക്സി ഡ്രൈവറെ ഓടിച്ചുപോയി. ആ പുള്ളി പിന്നീട് കുറെ ദിവസം കോമയിലായിരുന്നു. പിന്നീടാണ് അയാൾക്ക് ബോധമൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്ക് പുള്ളിയുടെ ആ കാർഡ് കൊടുത്ത വഴി പുള്ളിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ക്യാഷ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ കാർഡായിരുന്നു അവിടെ അടിച്ചു മാറ്റിയിട്ട് പുള്ളിക്ക് പകരം അതുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു കാർഡാണ് ആ പുള്ളിക്ക് കൊടുത്തത്. അത് കൊടുത്തു. അപ്പം പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യാം, അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കാർഡ് പോലെ തോന്നി. പിന്നീടാണ് പുള്ളിക്ക് അബദ്ധം മനസ്സിലായത്. പക്ഷെ അതിനു മുമ്പ് വണ്ടി വിട്ടടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇത് എന്താ പറയാ, ടൊറന്റോയിലും കാനഡയുടെ പല ഭാഗത്തും ഇപ്പോൾ നടന്നു വരുന്ന ഒരു സ്കാമാണ്. അത് ഒരു 7 മാസത്തിനിടയ്ക്ക് ഒരു $40,000 ആണ് ഇങ്ങനെ ഒരു വഴി തട്ടിപ്പ് നടന്ന് ഈ സ്കാമിലൂടെ പോയിട്ടുള്ളത്. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും നമ്മൾ ടാക്സിയിൽ യാത്ര ചെയ്ത് പേ ചെയ്യാൻ നേരത്ത് നമ്മുടെ കാർഡ് ഡ്രൈവർക്ക് കൊടുക്കാതെ അവരുടെ പിൻ പാഡ് ഉണ്ടല്ലോ അത് അവരോട് തരാൻ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ടാപ്പ് ചെയ്യോ, നമ്മൾ തന്നെ പിന്നെ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് നമുക്ക് സേഫ് ആയിട്ടുള്ളത്. അപ്പം അവരത് കൂടുതലായിട്ട് ഇൻസിസ്റ്റ് ചെയ്യാണ്, പറ്റില്ല കാർഡ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് കരുതാം. അപ്പം നമ്മൾ തിരിച്ച് ഇൻസിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. പിന്നെ ഒന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പുള്ളി ചെയ്ത പോലെ അതിന്റെ പുറകെ ഓടാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കാം പറ്റിക്കഴിഞ്ഞാൽ മിക്ക ബാങ്ക്സും നിങ്ങൾക്ക് അത് റീഫണ്ട് ചെയ്ത് തരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൈഫാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം ഓർക്കുക. ആ പുള്ളി പോയതിന്റെ പേരിൽ പുള്ളി കോമയിലായിരുന്നു, പിന്നെ പുള്ളി പാരലൈസ്ഡ് ആയിപ്പോയി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പുള്ളിക്ക് സംഭവിച്ചു. അപ്പം നമ്മുടെ ഹെൽത്തും നമ്മുടെ ലൈഫും കൂടി നോക്കുക. അതിനനുസരിച്ച് ഇങ്ങനത്തെ സേഫ്റ്റി മെഷേഴ്സും കൂടി എടുക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മൾ കാർഡ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തെങ്കിൽ തിരിച്ചു കിട്ടുന്ന കാർഡ് നമ്മുടെ തന്നെ ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. അതിലെ നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അത്യാവശ്യം അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ പേര് അതിലുണ്ടാവും. മിക്ക കാർഡ്സിലും പേരുണ്ടാവും. പേരില്ലെങ്കിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടാവും. നമ്മുടെ എക്സ്പയറി ഡേറ്റ് ആണ്, നമ്മുടെ കാർഡ് നമ്പർ എൻഡ് ചെയ്യുന്നത് ഏത് നമ്പറാണ്, അല്ലെങ്കിൽ നമ്മുടെ കാർഡിന്റെ ബാക്കിലെ CVV നമ്പർ എന്താണ്, ഇതൊക്കെ നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം കാർഡിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാവുന്നത് നമ്മുടെ കാർഡല്ല, നമ്മൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അവർ നമ്മൾ ത്രെട്ടൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കൂടുതൽ അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കാതെ നമ്മൾ നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ നോക്കുക എന്നാണ് അതിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം. എപ്പോഴും ഒരു ടാക്സി വിളിക്കുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യാം എല്ലാം സേഫ് ആണെന്നുള്ളത്. അതിന് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടാക്സി അവരെ ഫോൺ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്ന ടാക്സീസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന ടാക്സി, അങ്ങനെയുള്ളത് കൂടുതലും പ്രിഫർ ചെയ്യാം. അല്ലാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ടാക്സി കാണുന്നു എന്നാൽ അത് പിടിച്ചേക്കാൻ എളുപ്പമായല്ലോ, അങ്ങനെ കൂടുതലും ചൂസ് ചെയ്യാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. കാരണം അതിന് എന്താ പറയുക, അവർക്ക് ട്രാക്കിംഗ് ഉണ്ട്, കമ്പനിക്ക് ട്രാക്കിംഗ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് മെസ്സേജ് വരും, നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാം, എവിടെ എത്തി, നമ്മുടെ ക്യാബാണോ വന്നിരിക്കുന്നത്, പിന്നെ വരുന്ന ഡ്രൈവറിന്റെ ഇൻഫർമേഷൻ ചില
ടാക്സീസ് ഡ്രൈവറിന്റെ ഇൻഫർമേഷനും തരും. അപ്പൊ അതുകൊണ്ട് അതാണ് നമുക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ക്യാബ് വിളിക്കുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കാർഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കാം. കാരണം നമ്മള് കാനഡയിലൊക്കെ വന്നിട്ട് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പം അതിൽ നിന്നും നമ്മുടെ പൈസ എടുത്തോണ്ട് പോവാന്ന് പറയുന്നത് അത് ആലോചിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് നന്നായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചതിന് ശേഷവും നമ്മൾ ആ സ്കാമിൽ അകപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്യാം. അവരോട് പറയാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ള ബാക്കി പിന്നീടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൺഫേം ചെയ്യാം, മേക്ക് ഷുവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതുകൂടാതെ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മുടെ ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്യുക, അവരെ അറിയിക്കുക നമുക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാങ്കിനെ അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ വഴിക്ക് ഒരു പക്ഷേ നമ്മുടെ ആ ഒരു സംഭവത്തിന് നമ്മുടെ സ്കാമിൽ പെടുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരും. ഇൻ കേസ് നിങ്ങളുടെ ക്യാഷ് പോവുകയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ചില ബാങ്ക്സ് നിങ്ങൾക്കത് റീഫണ്ട് ചെയ്ത് തരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എല്ലാ ടാക്സിക്കാരും ഇങ്ങനെയാണെന്നല്ല, പക്ഷേ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ആരാന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും കാണാം. അതുവരയ്ക്കും ഹക്കുന മെറ്റാ.